ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് ചിറപ്പ് മണ്ഡപവും പിലിഗ്രിം സെന്റർ നിർമ്മാണവും സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ ക്ഷേത്രസന്നിധിയെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു കൂട്ടർ വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില ഹൈന്ദവ സംഘടനകളെ കൂട്ടുപിടിച്ച് സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. 2002 അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ ഒരിടത്തും മേൽപ്പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആചാരലംഘനമാണെന്ന് പറഞ്ഞിട്ടില്ല. ഉത്സവ വിശേഷാദി സമയങ്ങളിൽ ദാഹജല വിതരണവും പായസ വിതരണവും എന്ന പേരിൽ ചിലർ അനുവാദമില്ലാതെ പന്തൽ കെട്ടി പ്രവർത്തിച്ചു വരുന്നതിനെ ഉപദേശക സമിതി എതിർക്കുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സീസൺ സമയത്ത് താൽക്കാലിക ഈവിധ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന ഉത്തരവ് കർശനമായി നടപ്പാക്കിയതുമൂലം ചിലർക്ക് പണപ്പിരിവും പ്രവർത്തനങ്ങളും നടക്കാതെ വന്നതുമൂലമുള്ള വിരോധം കൊണ്ടാണ് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 3-3.5 മാസക്കാലമായിട്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നെന്നും അഴിമതി നടക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം കപട ഹിന്ദു വിശ്വാസികൾ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ സമരങ്ങളും പ്രതിഷേധ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വസ്തുത ഭക്തജനങ്ങളും ഈ വിശ്വാസികളായ ആൾക്കാരും മനസ്സിലാക്കണം. എല്ലാ വർഷവും മണ്ഡല മകര വിളക്ക് സമയങ്ങളിൽ ചിറപ്പ് പന്തൽ, താൽക്കാലിക ചിറപ്പ് പന്തൽ ക്ഷേത്ര മൈതാനത്ത് സ്ഥാപിച്ച് 2 മാസക്കാലം അവിടെ അയ്യപ്പനെ ആരാധന നടത്തുന്നതാണ്. അപ്പോൾ ഈ ഉപദേശസമിതി ചാർജ് എടുത്ത സമയത്ത് ഞങ്ങൾ ഈ വർഷാവർഷം നടക്കുന്ന ഈ പന്തൽ നിർമ്മാണം അതിന് ഭാരിച്ച ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ഒരു നിർദ്ദേശം വെച്ചു, ഒരു അപേക്ഷ നൽകി. അത് പന്തൽ മാത്രം സ്ഥിരമാക്കിയാൽ എന്താണ്, അതിനുശേഷം ഈ പന്തൽ ഈ 2 മാസം കാലാവധി കഴിയുമ്പം ഭക്തജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു താൽക്കാലിക ഇരിപ്പിടം കൂടെ ഉണ്ടാകുമല്ലോ എന്ന് കരുതി ആ നിർദ്ദേശം അപേക്ഷയായിട്ട് ദേവസ്വം ബോർഡ് മരാമത്ത് വകുപ്പിന് കൊടുക്കുകയും ആ അപേക്ഷ പ്രകാരം അവരത് പാസ്സാക്കുകയും താൽക്കാലികമായി ആ പന്തൽ മാത്രം സ്ഥിരം, അതായത് ഇരുമ്പ് കേടറിൽ ഓട് പാകിയ ഒരു പന്തൽ 4 സൈഡ് ഓപ്പൺ ആക്കിയ ഒരു പന്തലാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ നിർമ്മാണം തുടങ്ങി അന്ന് തൊട്ട് ഇവിടെയുള്ള ഹിന്ദു സംഘടനകൾ, വിശ്വഹിന്ദു പരിഷത്ത്, അങ്ങനെയുള്ള മുൻ ഉപദേശ സമിതി അംഗം അവർ കൂടി സമരങ്ങൾ നടത്തുകയും അവിടെ ക്ഷേത്രത്തിൽ വന്നു ആ പ്രവർത്തനം തടസ്സപ്പെടുത്തി അവിടെ കൊടികുത്തി പ്രതിഷേധിച്ചു. അതിനുശേഷം അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ദേവപ്രശ്നത്തിനെതിരാണ്, ആചാര ലംഘനത്തിനെതിരാണ്, കോടതി ഇതിനെതിരാണ്. ഈ 2-3 വിഷയങ്ങൾ ഉപദേശസമിതി പഠിക്കുകയുണ്ടായി. ഉപദേശസമിതി നേരിട്ട് ആരാധനായ ദേവസ്വം തന്ത്രിയോട് അഭിപ്രായം ആരാഞ്ഞു. ദേവസ്വം തന്ത്രി ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയുന്നുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള ഒരു വിഷയത്തിനും തന്ത്രിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, നിത്യമായ ആരാധന അവിടെ ഇല്ല. ഈ 2 വിഷയങ്ങളും തന്ത്രി പറഞ്ഞു. ആ വിഷയം അവസാനിച്ചു. അതിനുശേഷം കോടതി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. കോടതി ഓർഡർ ഏകദേശം മുൻ ഉപദേശ സമിതി സെക്രട്ടറി ബഹുമാന്യായ KN ശ്രീകുമാർ അവർ 2015 കൊടുത്ത ഒരു കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് ഞങ്ങൾ അദ്ദേഹത്തോട് വാങ്ങി. അതും ഞങ്ങൾ പരിശോധിച്ചു. അതിൽ പറയുന്നത് ഈ ഫെൻസിങ്ങിനകത്ത് ആൽമരച്ചോട്ടിൽ ഒരു ഫെൻസിങ് കെട്ടി തിരിച്ചുണ്ട്. അതിനകത്ത് വാടകയ്ക്ക് ലേലത്തിന് കെട്ടിടങ്ങൾ കൊടുക്കരുത് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇതും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമായി. ഈ കോടതിയിൽ ഈ വാദഗതികൾ മുഴുവൻ നമ്മൾ ഉപദേശസമിതിക്ക് വേണ്ടി ഉപദേശസമിതി കേസിന് പോകാനായിട്ട് നിന്ന സമയത്ത് ഈ കേസ് കൊടുത്തതിനെതിരായിട്ട് മുൻ ഉപദേശസമിതി അംഗം രഘുനാഥൻ അവർ കോടതിയിൽ ഈ പന്തൽ പണി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുകയും അതിന് ഉപദേശസമിതി കക്ഷി ചേരുകയും ചെയ്തു. ക്ഷേത്രത്തിന് വെളിയിലുള്ള ഏത് നിർമ്മാണവും ആചാരലംഘനമല്ലെന്ന് ക്ഷേത്രം തന്ത്രി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഫെൻസിങ്ങിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ അപേക്ഷ പ്രകാരം നിർമ്മാണം തുടങ്ങിയ മണ്ഡപം പിൽഗ്രിം ഷെൽട്ടർ എങ്ങനെയും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ചിലർ പ്രവർത്തിക്കുകയാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വക സ്ഥലങ്ങളിൽ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുനിസിപ്പൽ സാങ്ഷൻ ഇല്ല എന്ന കാരണം പറഞ്ഞ് ഈ കൂട്ടർ പരാതി നൽകിയത്. നാളിതുവരെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വക സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുനിസിപ്പൽ സാങ്ഷൻ വാങ്ങിയിട്ടില്ലാത്തതാണ്. അപ്രകാരം ഒരു അനുവാദം നിയമപരമായി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് ദേവസ്വം മുനിസിപ്പാലിറ്റിയിൽ നിയമപരമായി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളായ ഭക്തജനങ്ങൾക്കിടയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ക്ഷേത്രസന്നിധിയെ കലാപഭൂമിയാക്കാൻ വേണ്ടി ക്ഷേത്രസ്ഥലത്ത് കൊടികുത്തിയ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന
മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗത്തിനെതിരെയും സമഗ്രമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഉപദേശക സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ക്ഷേത്ര കാര്യാലയത്തിന് മുന്നിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ ഉത്സവം അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ഗൂഢോദ്ദേശമാണ് വെളിപ്പെടുത്തുന്നതിനും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി മഹേഷ് രാഘവൻ, വൈസ് പ്രസിഡന്റ് KN ഭുവനേന്ദ്രൻ, അംഗങ്ങളായ CK ഗോപകുമാർ, K വിജയകുമാർ, M ഗുണശേഖരൻ എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.